കൊല്ലം ഓച്ചിറയിലേക്ക് പോകാം. കൊല്ലം ഓച്ചിറയിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ഓടയിൽ വീണ് ബൈക്ക് യാത്രികൻ മരണപ്പെട്ട വാർത്ത വരികയാണ്. ഓച്ചിറയിൽ ദേശീയപാതയിൽ ഓട നിർമ്മിക്കാനെടുത്ത കുഴിയിൽ വീണാണ് ബൈക്ക് യാത്രികൻ മരിച്ചത്. ഓച്ചിറ കണ്ടല്ലൂർ സ്വദേശി അജിയാണ് മരിച്ചത്. നിർധന കുടുംബത്തിൽപ്പെട്ട കണ്ടല്ലൂർ തെക്കതിൽ അജി എന്ന് പറയുന്ന ഒരു നിത്യ അധ്വാനിയാണ് ഈ NH അതോറിറ്റിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇതൊരു പ്രതികാര നടപടിയാണ്. NH അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെയും ഏറ്റവും വലിയൊരു പ്രതികാര നടപടിയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തി പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദാരുണ അന്ത്യമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു വെള്ളമൊഴുക്ക് തോടുണ്ടായിരുന്നു. ആ തോടിൽ ഇങ്ങനെയുള്ള റൗണ്ട് റിങ്ങുകൾ ഇടാതെ സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആവശ്യം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, സംസ്ഥാനത്ത് വീണ്ടും ഓടയിൽ വീണ ഒരു ബൈക്ക് യാത്രികന് കൂടി ജീവൻ നഷ്ടമാവുകയാണ്. എത്ര മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്? അവിടെ വലിയ പ്രാദേശിക രോഷം ഉയർന്നു വരുന്നുണ്ടോ ഈ വിഷയത്തിൽ? ദിവ്യ, ദാരുണമായൊരു സംഭവമാണ് കൊല്ലം ഓച്ചിറയിൽ നടന്നത്. ഈ അപകടം നടന്നത് എപ്പോഴെന്ന കാര്യത്തിൽ ഇനി ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. കാരണം രാവിലെയാണ് ഇത്തരത്തിൽ ഈ ഓച്ചിറ കണ്ടല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അജി ഇത്തരത്തിൽ ഈ ഓടയിൽ വീണ് കിടക്കുന്നത് കാണുന്നത്. ആദ്യം ഈ കമിഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. തുടർന്ന് ഓച്ചിറ പോലീസ് അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് ആരാണ് അജി ആണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായത്. 50 വയസ്സാണ് അജിക്ക്. അജി കിടന്നതിന് സമീപത്തായി ഇയാളുടെ ബൈക്കും കണ്ടെടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് രാത്രിയോ ഒരുപക്ഷെ പുലർച്ചെയോ ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഓടയിൽ വീണ് അപകടം സംഭവിച്ചു എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും അങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. പോലീസ് എന്തായാലും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ഒക്കെ പൂർത്തിയാക്കി മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പരാതിയാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെയും ഒപ്പം തന്നെ കരാർ കമ്പനിക്കെതിരെയും പറയുന്നത്. കാരണം അവിടെ നല്ല വെള്ളമൊഴുക്കുള്ള ഒരു പ്രദേശമാണ്. അവിടെ നേരത്തെ ഒരു നീരൊഴുക്കൊക്കെ ഉള്ള സ്ഥലത്ത് ചെറിയ ഒരു റൗണ്ട് റിംഗ് ഉപയോഗിച്ചുകൊണ്ട് അത് നിർമ്മാണം നടത്താൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും ഇടപെട്ടുകൊണ്ട് അതിനെ തടഞ്ഞു. അതിന് പിന്നാലെ സ്ക്വയർ പൈപ്പുകൾ ഇടണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടെ അവിടെ അതെല്ലാം പണികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ കമ്പനി അവിടെ നിന്ന് മാറിപ്പോയി മറ്റ് സ്ഥലങ്ങളിൽ പണി നടത്തുകയും ചെയ്തു. പക്ഷേ ദേശീയപാത അതോറിറ്റിക്കാരോട് ഇക്കാര്യം പറഞ്ഞിട്ടും ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. അടിയന്തരമായി വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നൊരു കാര്യം എന്തായാലും പറയുന്നുണ്ട്. എന്താണ് ഇതിൽ ഇനി ദേശീയപാത അതോറിറ്റി സ്വീകരിക്കാൻ പോകുന്ന നടപടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അജിയുടെ ജീവിതം വളരെ സാധാരണ രീതിയിൽ പോകുന്ന ഒരു ജീവിതമാണ്. കുടുംബത്തിന്റെ ഒരു ആശ്രയമായിരുന്ന അജിയാണ് ഒറ്റ ഒരു സംഭവം, ഒരു അപകടം കൊണ്ട്, ഒരു അനാസ്ഥ കൊണ്ട് ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദിവ്യ. യെസ്.